യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ അച്ഛൻ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഈ വചനഭാഗം പലപ്പോഴും നമ്മൾ ധ്യാനിച്ചിട്ടുള്ള ഒരു വചനമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്ന എന്താണ്? പൂർവ്വപിതാവായ ഔസേപ്പിൻ്റെ വാക്കാണ്. തൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രിയപ്പെട്ട കൂടപ്പറപ്പുകൾ ചെയ്ത തിന്മ ദൈവം എപ്രകാരം നന്മയാക്കി മാറ്റിയെന്നും, അങ്ങനെ നന്മയാക്കി മാറ്റിയപ്പോൾ സഹോദരങ്ങൾക്ക്, തൻ്റെ കുടുംബാൾക്ക് വലിയ കരുതലായി, സുരക്ഷിതമായി അവർ ചെയ്ത തിന്മ മാറിയെന്ന് പങ്കുവയ്ക്കുന്ന പൂർവ്വപിതായ ഔസേപ്പിൻ്റെ വചനമാണ്. അതാണ് ഔസേപ്പ് തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പറയുക, നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെയും എൻ്റെയും ജീവിതത്തിൽ വലിയ സുരക്ഷിതത്വം ഒരുക്കുന്ന ഒരു നിമിത്തമായി ദൈവം എന്നെ മാറ്റി, നിങ്ങളെയും മാറ്റി. നിങ്ങൾ തിന്മ ചെയ്തെങ്കിലും അത് നന്മയാക്കി കർത്താവ് മാറ്റി. ഓർക്ക പ്രിയമുള്ളവരെ, മറ്റുള്ളവർ ചെയ്ത തെറ്റുകളിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് അർത്ഥം മറക്കരുത്. മറ്റുള്ളവർ നമുക്ക് ചെയ്ത തിന്മ, തെറ്റുകൾ, അത് ദൈവം നമുക്ക് നന്മയാക്കി മാറ്റുമെന്നാണ് അർത്ഥം. ഈ വചനം പറയുമ്പോൾ ദൈവിക പരിപാലനയുടെ സങ്കല്പത്തിന് വേരൂന്നിലാണ്. അത് നാശത്തിൻ്റെ അല്ല, ദൈവത്തിൻ്റെ നന്മയുടെ, പരിപാലനയുടെ, സുരക്ഷിതത്തിൻ്റെ ഒന്നാണ്. ആരെയെങ്കിലും ദ്രോഹിക്കുവാൻ ഉദ്ദേശിച്ചുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എന്തു ചെയ്യും? ദൈവം അവിടെ അമാനുഷികമായി നന്മയായി പുനർനിർമ്മിക്കും. അതാണ് ഇപ്പോൾ ഞാൻ തിന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ആർക്ക് തിന്മ ചെയ്യാൻ പോകുന്നോ ദൈവം ചെയ്യും, അത് ദൈവിക ശക്തി കൊണ്ട് നന്മയാക്കി മാറ്റും. ഇതിനർത്ഥം ദൈവം തിന്മയെ സ്വീകരിക്കുന്നെന്നല്ല, മറിച്ച് ദൈവിക പരമാധികാരം തെറ്റ് ചെയ്യുന്നവൻ്റെ ഉദ്ദേശത്തെക്കാൾ ശക്തമാണ്. തെറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ആ ഉദ്ദേശമല്ലേ, അതിനേക്കാൾ ശക്തമാണ്, ദൈവികമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. മറക്കരുത് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തിന്മ ചെയ്യുമ്പോൾ ഓർക്കുക, അത് നമുക്കും അവർക്കും നന്മയായി കർത്താവ് മാറും. ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ ഉപകരണമായി മാറുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പല മക്കളും ഞങ്ങളെ തകർക്കാൻ നോക്കുമ്പോൾ, ഞങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി കരുക്കൾ നിൽക്കുമ്പോൾ, ഞങ്ങളുടെ വളർച്ചയെ തകർക്കാൻ നോക്കുമ്പോൾ, ദൈവമേ, നീ കാണുന്ന പോലെ അവരെ സ്നേഹിക്കുവാനും അങ്ങനെയുള്ള ആ മനോഭാവം വെച്ച് പുലർത്തുന്ന മക്കളെയും നിന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വലിയ നന്മയുടെ ഉപകരണമായി അവരെയും ഞങ്ങളെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസമാണ് ആശംസിക്കുന്നു. മറക്കരുത്, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ.